ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കണക്കുകൾ പുറത്തു വന്നിരുന്നു. മുന്നണികളുടെ ഭാഗത്തു നിന്നും സ്വന്തമായുള്ള വിലയിരുത്തൽ ബൂത്ത് തല അടിസ്ഥാനത്തിൽ നടന്നു. CPM-ന്റെയും CPI-യുടെയും കണക്കുകൾക്ക് പുറമെ കോൺഗ്രസിന്റെ ബൂത്ത് തല അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. NDA-യുടെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള വിശകലനങ്ങൾ നടന്നു. ഇന്റലിജൻസ് ബ്യൂറോ കണക്കുകളും റിപ്പോർട്ടുകളും പുറത്തു വന്നു. എന്നാൽ ഈ സർവേകളിലെല്ലാം ഒരുപോലെ പ്രതിഫലിക്കുന്ന CPM-ന് ഏറെ ഉറപ്പുള്ള 5 ലോക്സഭാ മണ്ഡലങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. CPI-യുടെയും CPM-ന്റെയും കണക്ക് പ്രകാരം കേരളത്തിലെ 20 സീറ്റിൽ 12 എണ്ണത്തിൽ വിജയസാധ്യത പ്രവചിച്ചിരുന്നു. എന്നാൽ മറ്റ് പല വിശകലനങ്ങളിലും സർവേകളിലും ഇതേ മണ്ഡലങ്ങളിൽ UDF-നും BJP-ക്കും വലിയ സാധ്യതയും പ്രവചിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പ്രവചനങ്ങളിൽ ഒട്ടും ഭാഗവാക്കാകില്ല എന്ന് LDF-ന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് ആലത്തൂർ, ആറ്റിങ്ങൽ, പാലക്കാട്, ചാലക്കുടി, കണ്ണൂർ, മാവേലിക്കര എന്നിവ. എന്നാൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവയ്ക്ക് പുറമെ വലിയ തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. UDF-ന്റെയും LDF-ന്റെയും ലിസ്റ്റിൽ തൃശ്ശൂർ എന്ന ലോക്സഭാ മണ്ഡലം ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം NDA-യുടെ ലിസ്റ്റിൽ പോലും തൃശ്ശൂരുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ആദ്യത്തേത് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സാധ്യത പരിശോധിച്ചാൽ CPM-ന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് ആലത്തൂർ. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDF തന്നെ വിജയം കണ്ടു. എന്നാൽ 3-ാം തവണ അട്ടിമറി വിജയത്തിലൂടെ UDF മണ്ഡലം നേടി. അത്തവണ കേരളത്തിൽ ആകമാനം ആഞ്ഞടിച്ച UDF തരംഗത്തിനൊപ്പം ആലത്തൂരും ഇടതുപക്ഷത്തെ കൈവിട്ടു. PK ബിജുവിനെ തള്ളിക്കൊണ്ട് ആലത്തൂർക്കാർ കോൺഗ്രസിന്റെ കൈപിടിച്ചു. അതും ചെറിയ പരാജയമല്ല ബിജു നേരിട്ടത്. രമ്യ ഹരിദാസ് 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തോടെ പാട്ടും പാടി വിജയിക്കുകയായിരുന്നു. 52.4%, അതായത് 5,33,815 വോട്ടുകളാണ് രമ്യ ഹരിദാസ് നേടിയത്. 27 വർഷത്തിന് ശേഷമാണ് ആലത്തൂരിൽ ഇടതുപക്ഷം തോൽവി അറിയുന്നത്. 36.8% വോട്ട് മാത്രമാണ് PK ബിജു നേടിയത്. വൻ പതനമാണ് യഥാർത്ഥത്തിൽ ആലത്തൂരിൽ LDF-ന് അക്കുറി നേരിടേണ്ടി വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവരെങ്കിലും തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മണ്ഡലങ്ങളും LDF തിരിച്ചുപിടിച്ചിരുന്നു. 2011 മുതൽ LDF-ന്റെ മണ്ഡലമാണ് തരൂർ. 2011 മുതൽ 2021 വരെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനായിരുന്നു MLA. 2021-ൽ CPM-ന്റെ PP സുമോദ് വിജയിച്ചു. 3 തവണയും 50%-ലധികം വോട്ട് നേടിക്കൊണ്ടാണ് LDF വിജയിച്ചത്. മറ്റൊരു LDF മണ്ഡലമാണ് നെന്മാറ. 2011 മുതൽ 2016 വരെ CPM-ന്റെ V ചെന്താമരാക്ഷനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 2016-ലും 2021-ലും K ബാബുവാണ് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യം 42.90 വോട്ട് നേടിയ K ബാബു 2021-ൽ വലിയ ഭൂരിപക്ഷവും വോട്ട് വിഹിതവും വർദ്ധിപ്പിച്ചു. അടുത്തത് LDF-ന്റെ മണ്ഡലമായ ആലത്തൂർ നിയോജക മണ്ഡലമാണ്. 1996 മുതൽ CPM-ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. 2001-ൽ CPM-ന്റെ V ചെന്താമരാക്ഷൻ 52.92% വോട്ടുകൾ നേടി വിജയിച്ചു. 2006-ൽ 65.61% വോട്ട് നേടിയാണ് CPM-ന്റെ M ചന്ദ്രൻ വിജയിച്ചത്. 2011-ലും ചന്ദ്രൻ സീറ്റ് നിലനിർത്തി. 2016 മുതൽ KD പ്രസന്നനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 50%-ൽ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ടാണ് 2 തവണയും വിജയിച്ചത്. ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ സിറ്റിംഗ് മണ്ഡലമായ ചേലക്കരയാണ് അടുത്തത്. 1996 മുതൽ 2011 വരെ തുടർച്ചയായി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് K രാധാകൃഷ്ണനായിരുന്നു. 2016-ൽ CPM-ന്റെ UR പ്രദീപ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2021-ൽ 54.41% വോട്ട് നേടിക്കൊണ്ട് വീണ്ടും രാധാകൃഷ്ണൻ വിജയിച്ചു. മറ്റൊരു LDF മണ്ഡലമാണ് കുന്നംകുളം. 2006 മുതൽ 2011 വരെ CPM-ന്റെ ബാബു M പാലിശ്ശേരിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2016 മുതൽ AC മൊയ്തീനാണ് MLA. LDF-നോടും UDF-നോടും ഒരേപോലെ ചായ്വ് കാണിച്ചിരുന്ന മണ്ഡലമാണ് വടക്കാഞ്ചേരി. 2011-ൽ കോൺഗ്രസിന്റെ CN ബാലകൃഷ്ണൻ 48.79% വോട്ട് നേടിക്കൊണ്ട് വിജയിച്ചു. 2016-ൽ കോൺഗ്രസിന്റെ അനിൽ അക്കരെ 41.02% വോട്ടുകൾ നേടിക്കൊണ്ടും വിജയിച്ചു. അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സേവ്യർ ചിറ്റലപ്പള്ളി 47.7% വോട്ടുകൾ നേടിക്കൊണ്ട് വടക്കാഞ്ചേരി പിടിച്ചെടുത്തു. ചാലക്കുടിയാണ് CPM-ന് ഏറെ ഉറപ്പുള്ള അടുത്ത ലോക്സഭാ മണ്ഡലം. മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന C രവീന്ദ്രനാഥിനെ മത്സരിപ്പിച്ച് കോൺഗ്രസ് കോട്ട തകർക്കാൻ LDF ശ്രമം നടത്തുമ്പോൾ സീറ്റ് നിലനിർത്താനുള്ള ദൗത്യം സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ UDF ഏൽപ്പിച്ചു. 2014-ൽ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച നടനും രാഷ്ട്രീയക്കാരനുമായ ഇന്നസെന്റ് കോൺഗ്രസിലെ PC ചാക്കോയെ 13,884 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് മണ്ഡലം ഇടതുപക്ഷത്തിന് അനുകൂലമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. കോൺഗ്രസിന്റെ കോട്ട തകർക്കാൻ രവീന്ദ്രനാഥിന്റെ മുഖമുദ്രയാണ് LDF ലക്ഷ്യമിടുന്നത്. NDA-യിലെ ഉണ്ണികൃഷ്ണൻ റബ്ബർ ബോർഡ് വൈസ് ചെയർമാനും 2021-ൽ ചാലക്കുടിയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു.
ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് പ്രധാന തെരഞ്ഞെടുപ്പായി മാറ്റാൻ UDFും LDFും ആഗ്രഹിക്കുന്നുവെങ്കിലും വന്യജീവി, മനുഷ്യ സംഘർഷം, ആദിവാസി സമൂഹങ്ങളുടെ ഉപജീവനത്തിനുമേലുള്ള ആഘാതം ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങളും കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ശോചനാവസ്ഥയും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ സംസാര വിഷയവും ഇതുതന്നെയായിരുന്നു. 2014 38.93% ആയിരുന്നു വോട്ട് വിഹിതം. 2019 47.8% അത് ഉയർത്താൻ UDFിന് കഴിഞ്ഞു. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ചാലക്കുടി, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവയുൾപ്പെടെ 4ഇടത്ത് UDF വിജയിച്ചപ്പോൾ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, കുന്നത്തുനാട് എന്നിവ LDF പിടിച്ചെടുത്തു. അടുത്തത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ചിറയൻകീഴ്, മാവേലിക്കര പാർലമെന്റ് മണ്ഡലങ്ങളുടെ ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലും പരമ്പരാഗതമായി കോൺഗ്രസും CPMും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 2019 ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ 74.2% വോട്ടിംഗ് നടന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് 3,80,995 വോട്ടുകൾക്ക് വിജയിച്ചു. 3,42,748 വോട്ടുകൾ നേടിയ CPIM സ്ഥാനാർത്ഥിയായ ഡോക്ടർ A സമ്പത്തിനെ പരാജയപ്പെടുത്തി. BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് 2,48,081 വോട്ടുകൾ ലഭിച്ചു. 2014 തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി A സമ്പത്തിന് 3,92,478 വോട്ടുകൾ ലഭിച്ചു. ഏകദേശം 45% വോട്ടുകൾ നേടിയെന്ന് പറയാം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് 3,23,100 വോട്ടുകളും BJPയുടെ S ഗിരിജാകുമാരിക്ക് 90,528 വോട്ടുകളും നോട്ടയ്ക്ക് 6,924 വോട്ടുകളും ലഭിച്ചിരുന്നു. 1996 ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായി A സമ്പത്ത് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഈ പ്രദേശവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലം മുതലും ഉള്ളതാണ്. അടുത്തത് പാലക്കാട് ലോക്സഭാ മണ്ഡലം. CPMിലെയും CPIയുടെയും വിഭാഗീയത തീർത്തുകൊണ്ട് 10 മടങ്ങ് ശക്തിയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം പാലക്കാട് നേരിടുന്നത്. പാലക്കാടും മണ്ണാർക്കാടും ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്ന് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. 2014 പാലക്കാട് മണ്ഡലത്തിൽ 45.35% വോട്ട് നേടിയിരുന്ന ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണ 37.7% വോട്ട് വിഹിതം. 2019 3,99,274 വോട്ടുകൾ VK ശ്രീകണ്ഠന് ലഭിച്ചപ്പോൾ 3,87,637 വോട്ടുകൾ MP രാജേഷും 2,18,556 വോട്ടുകൾ BJPയുടെ C കൃഷ്ണദാസും കരസ്ഥമാക്കി. അടുത്തത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ്. തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നിവ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കണ്ണൂർ. കോൺഗ്രസും CPMും തന്നെയാണ് മണ്ഡലത്തിലെ പ്രധാന പാർട്ടികൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 94,559 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ള K സുധാകരൻ വിജയിച്ചത്. K സുധാകരൻ 50% വോട്ട് ഷെയറിൽ 5,29,741 വോട്ടുകൾ നേടി. എന്നാൽ 4,35,182 വോട്ടുകൾ നേടിയ CPMിലെ PK ശ്രീമതി ടീച്ചറെ സുധാകരൻ പരാജയപ്പെടുത്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMിൽ നിന്ന് PK ശ്രീമതി ടീച്ചർ വിജയിക്കുകയും 45.08% വോട്ട് ഷെയറോടെ 4,27,622 വോട്ടുകൾ നേടുകയും ചെയ്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥി K സുധാകരൻ 4,21,056 വോട്ടുകൾ നേടി റണ്ണറപ്പായി. PK ശ്രീമതി ടീച്ചർ 6,556 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ K സുധാകരനെ പരാജയപ്പെടുത്തി. മാവേലിക്കര ലോക്സഭാ മണ്ഡലം. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ്. 2009 മുതൽ മാവേലിക്കരയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് കൊടിക്കുന്നിൽ സുരേഷ്. 2004 CS സുജാത വിജയിച്ചത് മാത്രമാണ് CPMന് എടുത്തു പറയാൻ സാധിക്കുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വിജയം. രമേശ് ചെന്നിത്തലയെ തോൽപ്പിച്ചാണ് അന്ന് CS സുജാത പാർലമെന്റിലേക്ക് പോയത്. ഇടതുപക്ഷത്തോടൊപ്പമാണ് ചെങ്ങന്നൂർ. കശുവണ്ടി തൊഴിലാളികൾ കൂടുതലുള്ള സ്ഥലമാണ് കുന്നത്തൂർ. NSSനും ഇടതുപക്ഷ പാർട്ടികൾക്കും ഒരുപോലെ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് കുന്നത്തൂരും കൊട്ടാരക്കരയും. പത്തനാപുരവും ഇടതിനൊപ്പം തന്നെയാണ്. യഥാർത്ഥത്തിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളും ഇതെല്ലാം തന്നെയാണ്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 4,04,432 വോട്ടിന്റെ മുൻതൂക്കത്തോടെയാണ് UDF മണ്ഡലം പിടിച്ചെടുത്തത്. എന്നാൽ 2019 പോയപ്പോൾ ചിത്രം മാറി. അന്ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 4,40,415 വോട്ടുകൾ മുന്നിലേക്കാണ് UDFന്റെ വിജയം നേടിയത്. LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ 2019 ലഭിച്ചത് 3,79,277 വോട്ടുകളാണ്. 2014 തെരഞ്ഞെടുപ്പിൽ LDFന് വേണ്ടി മത്സരിച്ചത് ചെങ്ങറ സുരേന്ദ്രനായിരുന്നു. 3,69,000
695 വോട്ടുകളാണ് അന്ന് അദ്ദേഹം സ്വന്തമാക്കിയത്. മണ്ഡലത്തിലാകമാനം കൊടിക്കുന്നിൽ സുരേഷ് എന്നൊരു വികാരം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ അനുസരിച്ച് CA അരുൺകുമാറിന് സാധ്യത ഏറെയാണ്. പത്തനാപുരത്ത് നിന്നും ഗണേഷ് കുമാറിന് അനുകൂലമായ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ആയിരിക്കും പോകുന്നത് എന്നുള്ള ചില സൂചനകളുമുണ്ട്. കൂട്ടിയും കിഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണെങ്കിലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കണക്കുകളും സർവേ ഫലങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമാണെങ്കിലും ജനവിധി എന്നത് പ്രവചനാതീതം തന്നെയാണ്.